അക്ഷരാർത്ഥത്തിൽ വേണേ പറവകൾ വന്ന് കൊത്തി തിന്നും, അല്ലെങ്കിൽ ഈ ദേഹത്തെ മുറിവിൽ ചോര വാർന്ന് ചാവും. കിട്ടാവുന്നതിന്റെ ഇരട്ടി അടി കിട്ടിയതുകൊണ്ട് കർത്താവ് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി കുരിശുമരണങ്ങളിൽ ഈ മനുഷ്യൻ അല്പപ്രാണിയായിട്ട് ദിവസങ്ങളോളം കിടക്കുന്ന ചരിത്രമാണ് ഈ കുരിശിലുള്ളത്. അത്രത്തോളം വേദനപ്പെട്ടൊരു മരണം വരുന്നു എന്നറിയുമ്പം യേശു ശരിക്കും എങ്ങോട്ടായിരുന്നു പോകണ്ടേ? നസറേത്തിലെ വീട്ടിൽ ഒരു അമ്മയുണ്ട്, ഇല്ലേ? വിധവയായ ഒരു പാവപ്പെട്ട അമ്മ നസറേത്തിലെ വീട്ടിലുണ്ട്. 2 ദിവസം കഴിഞ്ഞ് മരിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് വേണ്ടേ പോവാൻ, അല്ല ഇഷ്ടമുള്ളവരുടെ അടുക്ക് വേണ്ടേ പോവാൻ. എന്നിട്ടും യേശു എന്തിനാണ് ഈ ഒരു വിരുന്നുണ്ണാൻ ചെല്ലുന്നത് കുഷ്ഠരോഗിയുടെ വീട്ടിൽ? അതിന് കുറച്ച് കാരണങ്ങളുണ്ട് സ്നേഹമുള്ളവരെ. നമ്മൾ ഈ നോമ്പുകാലത്ത് ആ കാരണം മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് പറയണമെങ്കിൽ കുഷ്ഠരോഗി ആരാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കുഷ്ഠരോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബൈബിളിലെ ഒരു പഴങ്കഥ പോലെ തോന്നാറുള്ളൂ. കാരണം നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ കുറഞ്ഞും പലയിടങ്ങളിലും